Welcome to CSIR JRF Net Examination General Aptitude Paper 4th class GF4 4th class. Today's topic of discussion is HCF and LCF. HCF and LCF. Today's topic of discussion. So at first we can see what is the meaning of HCF, and you have studied HCF and LCM in your school classes, and it is repeated here. HCF, highest common factor. It is also known as GCD, greatest common divisor. HCF is also known as GCD. HCF is highest common factor. GCD is greatest common divisor. Both indicate the same thing. What is HCF? HCF of two or more numbers is the greatest number that divides each of them exactly. It is equal to the product of the least powers of the common prime factors of the numbers. അപ്പോൾ രണ്ട് സംഖ്യകളുടെ അല്ലെങ്കിൽ രണ്ടോ കൂടുതലോ സംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിന് അവയുടെ കോമൺ പ്രൈം ഫാക്ടേഴ്സ് എടുക്കണം. കോമൺ പ്രൈം ഫാക്ടേഴ്സ്, അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പവറുള്ള ഫാക്ടേഴ്സ് എടുക്കണം. അതിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ രണ്ടോ കൂടുതലോ സംഖ്യകൾ തന്നാൽ അതിൽ HCF കാണാൻ ആദ്യമേ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ആ ഫാക്ടേഴ്സ് എല്ലാം പവർ രൂപത്തിൽ എഴുതണം. ഇപ്പോൾ 2 ഒരു 3 ഉണ്ടെങ്കിൽ 2⁻³ എഴുതണം. അങ്ങനെ ചെയ്തിട്ട് ഈ പവറുകളിൽ കുറഞ്ഞ പവർ വരുന്ന കേസുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. യു ലുക്ക് ഹിയർ, എക്സാക്ട്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ലീസ്റ്റ് പവേഴ്സ് ഓഫ് ദി കോമൺ പ്രൈം ഫാക്ടേഴ്സ്. ആ കോമൺ എന്നുള്ള വാക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രൈം ഫാക്ടേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ആ ടേം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് അത് പഠിക്കുന്നുള്ളത്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: HCF ഓഫ് 504 ആൻഡ് 264 is 504ൻ്റെയും 264ൻ്റെയും HCF എത്രയാണ്? ഇപ്പം നമ്മൾ സാധാരണ സ്കൂളിൽ കാണുന്നത് ഇതിന് രണ്ടെങ്കിലും കോമായിട്ട് എഴുതിയിട്ട് 504 264 കോമായിട്ട് എഴുതിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും, 3 കൊണ്ട് പറ്റുമെന്ന് നോക്കും. അങ്ങനെ ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള സംഖ്യകൾ പൊതുവായിട്ട് 2 അടങ്ങുന്ന സംഖ്യകൾ കുടിച്ചെടുക്കുന്നതാണ് HCF. അത് ഇവിടെ കാണുന്ന ഈ പ്രൈം ഫാക്ടേഴ്സ് കണ്ടിട്ടാണ്. എങ്ങനെ നോക്കുക പ്രൈം ഫാക്ടേഴ്സ് കാണുന്നത്? ഇതിന് ഉത്തരമായിട്ട് 12, 24, 36, 48 കൊടുത്തിട്ടുണ്ട്. ആൻസർ ബി ആണ്, 24 ആണ്. എങ്ങനെ കിട്ടുന്നു നോക്കുക. 504 എന്ന് പറഞ്ഞാൽ 2⁻³ ആ ⁻³ നമ്മളൊരു അപ്പോവേഡ് ആരോ കൊടുത്തിരിക്കുന്നത്. 504 ഈസ് 2⁻³ × 3⁻² × 7⁻1 ആണ്. അതായത് 8 × 9 × 7 ആണ്. നമ്മളത് ഫാക്ടറൈസ് ചെയ്താൽ 504നെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8 × 9 × 7 എന്ന് കിട്ടും. അത് 2⁻³ × 3⁻² × 7⁻1 എന്ന് ഇരിക്കുകയാണ്. 264 അതിന് നമുക്ക് എഴുതാം 2⁻³ × 3⁻1 × 11⁻1 എന്ന് പറയാം. ഇത് കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടേഴ്സ് ഒക്കെയാണ്. 2 കോമൺ ആണ്, 3 കോമൺ ആണ്, 7 11 കോമൺ അല്ല. ഇവിടെ ഈ 2 ടേമിൽ കോമൺ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 3ഉം ആണ്. ആദ്യ കേസിൽ 2⁻³ ഉണ്ട്, രണ്ടാമത്തെ കേസിൽ 2⁻³ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 3⁻² ഉണ്ട്, 3⁻1 ഉണ്ട്. ഇതിലെ ലീസ്റ്റ് പവർ എടുക്കണം, ലീസ്റ്റ് പവർ. അപ്പോൾ 2⁻³ 2 കൊണ്ട് 2⁻³ ആണ് ലീസ്റ്റ് പവർ. അടുത്തത് 3⁻², 3⁻1 ഉള്ളു. അപ്പോൾ അതിൽ ലീസ്റ്റ് പവർ എടുക്കണം, 3⁻1. ഇവ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോമൺ പ്രൈം ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2⁻³ × 3⁻1. 2⁻³ is 8, 3⁻1 is 3, that is 24. You look here,
we take only minimum value of the common prime factor. That is, out of 3 raised to 2 and 3 raised to 1, we take only 3 raised to 1. So, their product, the least powers of common prime factors, their product, least powers of the common prime factors, their product, that is 2 raised to 3 into 3 raised to 1, that is 8 into 3 is 24. That is the HCF in the above case. And if you find any other method easy or easier, you can do in that method. Next is lowest common multiple, LCM. LCM also you know it. Here we say in terms of prime factors. The LCM of 2 or more numbers is the smallest number which is exactly divisible by each one of the given numbers. It is equal to product of the highest powers of all the prime factors. You hear? It is the product of the highest powers of all the prime factors. HCF എന്താ പഠിച്ചത്? It is the product of the lowest powers of the common prime factors. Common എന്നാ പറഞ്ഞത്. ഇവിടെ all the prime factors ആണ്. LCM is equal to the product of the highest, not least, highest powers of all the, not common, all the prime factors of the numbers. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പഠിക്കുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പ്രോഡക്റ്റ് ഓഫ് 2 numbers ഈസ് ഈക്വൽ ടു ദർ GCD ഇൻറ്റു LCM. ഇപ്പം 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവയുടെ GCD LCD മൾട്ടിപ്ലൈ കിട്ടും. ഇപ്പം 2 സംഖ്യ തന്നിട്ട് തരുമ്പോൾ നമ്മൾ GCDയും അല്ലെങ്കിൽ HCF LCM കണ്ടാൽ HCF ആൻഡ് LCM മൾട്ടിപ്ലൈ ചെയ്യുക. HCF ആൻഡ് LCM മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ സംഖ്യകളുടെ പ്രൊഡക്റ്റ് കിട്ടും. ഇനി LCM കാണുന്ന ആ രീതിയിൽ നോക്കിക്കോളൂ. LCM ഓഫ് 504 and 264 ഈസ് നമ്മൾ നേരത്തെ കണ്ട ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1208 3036 5544 6328. ആൻസർ C ആണ്. നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് എഴുതും. ബിക്കോസ് 504 ഈസ് 2 raised to 3 into 3 raised to 2 into 7 raised to 1. 264 is 2 raised to 3 into 3 raised to 1 into 11 raised to 1. Take all the common prime factors and their highest values. So highest value 2 എന്ന് പറയുന്ന പ്രൈം ഫാക്ടർ ഹയസ്റ്റ് വാല്യൂ 2 raised to 3, that is taken. 3 എന്ന് പറയുന്ന പ്രൈം ഫാക്ടർ ഹയസ്റ്റ് വാല്യൂ 3 raised to 2, that is taken. And there is 7 raised to 1, എല്ലാം എടുക്കണം. പിന്നെ വരുന്നത് 11 raised 11 ആണ് കേട്ടോ. അവിടെ ഒരു 1 കൂടിപ്പോയി. 11 raised to 1, നോട്ട് 111. 11 raised to 1 അത്ര എടുക്കണം. അപ്പോൾ ഓൾ ദി പ്രൈം ഫാക്ടേഴ്സ്, അതിന് ഹയസ്റ്റ് പവർ, അതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ആൻസർ 5544. മുകളിലത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 5544 ആണ്. ആൻസർ C. അപ്പം അങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് ബെറ്റർ മെത്തേഡ് യു ക്യാൻ ഡു ഇൻ ദാറ്റ് മെത്തേഡ്. അപ്പോൾ ഇനി നമ്പേഴ്സ് വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ദ സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് വൺ ഓഫ് ദി മിസ്ഡ് ഈസ് 42. വാട്ട് ഈസ് ദി നമ്പർ ദാറ്റ് വാസ് മിസ്ഡ്? ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാലോ, 1 മുതൽ 10 വരെ സംഖ്യ സമയത്ര 55ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. 1 to 10 സമയത്രയാണ്. 1 മുതൽ 10 വരെ സംഖ്യയുടെ സമയത്രയാണ് 555, 55. 1 മുതൽ 9 വരെ എത്രയാണ്? അത് 40 എത്രയായിരിക്കും? 10 കുറച്ചാൽ പോരെ, ദാറ്റ് ഈസ് 45 ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക. ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് വൺ ഓഫ് ദ മിസ്ഡ് ഈസ് 42.
ആദ്യത്തെ കുറച്ച് നാച്ചുറൽ നമ്പർ എടുക്കുക. അത് നിങ്ങൾ 8, 9, 10 വരുന്ന എടുത്തോളുക. അത് കൂട്ടുമ്പോൾ ഒരെണ്ണം കൂട്ടാൻ വിട്ടുപോയി, ബാക്കിയുള്ളത് കൂട്ടുമ്പോൾ നമുക്ക് 42 കിട്ടും. വാട്ട് ഈസ് എ നമ്പർ ദാറ്റ് വാസ് മിസ്ഡ്? അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ ഈ ഒരു നമ്പർ മിസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതാണ് 42 എങ്കിൽ ഏതാണ് മിസ് ചെയ്ത സംഖ്യ? അതാണ് ചോദ്യം. ഇവിടെ 2, 3, 4, 5 ചെയ്തിട്ടുണ്ട്. ആൻസർ ബി ആണ്, 3 ആണ്. എന്തുകൊണ്ട് 3 നോക്കുക. ഇവിടെ അതിൻ്റെ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എ പി ഒക്കെ പഠിക്കുമ്പോൾ AP-യിലൊക്കെ ഇങ്ങനെ സം വരുന്നതാണല്ലോ, AP GP-യിലൊക്കെ. സൊല്യൂഷൻ: സം ഓഫ് ദി ഫസ്റ്റ് n natural numbers is given by s is equal to n into n plus 1 by 2. You know the formula. Consider 8 numbers. First n 8 numbers. Sum 36 ആണ്. Consider first n 9 numbers. S 45 ആണ്. Consider first 10 numbers. Sum 55 ആണ്. അതിവിടെ ഞാൻ എഴുതിയിട്ടില്ല. Consider 10 numbers. First 10 numbers. Sum 55 ആണ്. ഇവിടെ എഴുതിയിട്ടില്ല, കാരണം നമുക്ക് 42-ൽ തീരുന്നതാണ് കാര്യങ്ങൾ. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ 42-ൽ അതിൽ തുക 42 ആണ്. ഒന്ന് മിസ് ചെയ്തിട്ട്. അപ്പോൾ 9 സംഖ്യ എടുത്തു കഴിഞ്ഞാൽ സം 45 വരും. 8 സംഖ്യ എടുത്തു കഴിഞ്ഞാൽ സം 36 വരും. അപ്പോൾ 8 സംഖ്യ ആയാലും നമുക്ക് പറ്റുന്നില്ല, കാരണം നമുക്ക് സഭയുടെ 42 ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 9 നമ്പേഴ്സ് വരണം. 9 നമ്പേഴ്സ് വരുമ്പോൾ സം കിട്ടേണ്ടത് 45 ആണ്. പക്ഷെ തന്നിരിക്കുന്നത് 42 ആണെന്നാണ് പറയുന്നത്. ഒരെണ്ണം മിസ് ചെയ്ത് പോയി, 42. അപ്പോൾ എന്താണ് മിസ് ചെയ്തത്? അത് 45 minus 42, that is 3. That is why the answer is written as 3. കാര്യം മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. The sum of first 9 natural numbers is 45. The given sum is 42 when one number is missed. So missed number is equal to 45 minus 42, that is equal to 3. Next question. If n, e, t are distinct positive integers such that n into e into t is equal to 13, then which of the following is the maximum possible sum of n, e and t? I shall read it again. If n, e, t are distinct possible integers, positive integers, such that n into e into t is equal to 2013, then which of the following is the maximum possible sum of n, e and t? മീനിങ് എന്താണ്? ഈ എൻ ഇ ടി എന്ന് പറയുന്ന 3 ഡിസ്റ്റിങ്ക്റ്റ് ഫിഗേഴ്സാണ്, ഇൻറ്റിജേഴ്സാണ്. അവ ഗുണിച്ചാൽ നമുക്ക് 2013 കിട്ടും. ഇപ്പോൾ സംഖ്യ ഇത് ആകാം കേട്ടോ, എത്ര വേണമെങ്കിലും ആകാം. 1 മുതൽ 10 വരെ ഒന്നുമില്ല, ചിലപ്പോൾ 15, 20 ആകാം. എത്ര വേണമെങ്കിലും ആകാം. അപ്പോൾ അങ്ങനെ സംഖ്യ വന്നാൽ then which of the following is the maximum possible sum of n, e and t? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, നമ്പേഴ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള സംഖ്യ വരാൻ പാടില്ല, വ്യത്യസ്തമായ സംഖ്യകളായിരിക്കണം. ഈ വ്യത്യസ്തമായ സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 2013 കിട്ടുള്ളൂ. അതായത് രണ്ട് സംഖ്യ ഒരുപോലെ വരാൻ പാടില്ല, അല്ലെങ്കിൽ 3 സംഖ്യ ഒരുപോലെ വരാൻ പാടില്ല. അതൊരു കണ്ടീഷനാണ്. അപ്പോൾ അവ മൾട്ടിപ്ലൈ ചെയ്താൽ 2013, അവ കൂട്ടിയാൽ n plus e plus t കൂട്ടിയാൽ എത്ര കിട്ടും? വാട്ട് ഈസ് സം ഓഫ് n, e and t? ഇവിടെ ആൻസർ 39, 2015, 675, 671. We can see the answer. Answer is C. Answer is 675. The reason is, look here. Solution. 2013 എൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കാണണം. 2 ഫാക്ടർ തന്നെ ഉള്ളൂ കേട്ടോ, 3 and 671, 2 ഫാക്ടർ. വേണമെങ്കിൽ ഒരു ഫാക്ടർ കൂടി നമുക്ക് ചേർക്കാം, 1 കൂടി ചേർക്കാം, കാരണം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സംഖ്യയ്ക്ക് മാറ്റമില്ലല്ലോ. സോ n into e into t we can write as 1 into 3 into 671. The 3 are distinct numbers. 1, 3 and 671 are distinct. So the condition is satisfied.
So we can write n plus e plus t is equal to 1 plus 3 plus 673. That is 1 plus, it is 71. Sorry, last one is 71. 1 plus 3 plus 6, 71. Not 73. You correct it. 1 plus 3 plus 6, 71. The answer is 675. You see that step, the last step in green color. N plus e plus t equal to 1 plus 3 plus 671 equals 675. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. 2013 ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് 1 into 1 into 2013. അപ്പോൾ 3 സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് 2013 എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, 1 into 1 into 2013. This is not acceptable. What is the reason? Because 1 is repeated twice. 1 is repeated twice. Repetition is not allowed because factors must be distinct. Factors എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് 1 into 1 എടുക്കാൻ പാടില്ല. അപ്പോൾ ആൻസർ ഈ 675 ആണ്. 1 into 1 into 213 ആണെങ്കിൽ നമുക്ക് 2015 ആൻസറാണ്. ആൻസർ ചോയ്സാണ് കൊടുത്തിട്ടുണ്ട്. അത് വരില്ല, കാരണം സംഖ്യ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആൻസർ 675. Next question. If n is a positive integer, then n into n plus 1 into n plus 2 into n plus 3 into n plus 4 into n plus 5 into n plus 6 is divisible by 3 but not 7, 3 and 7, 7 but not 3, neither 3 nor 7. അപ്പോൾ ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നിരിക്കുക കേട്ടോ. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നും വേണ്ട, അത് കാണുന്ന ഉടനെ ആരും മൾട്ടിപ്ലൈ ചെയ്യാൻ സമയം കണ്ടെത്തരുത്, അതിനുള്ള നേരം അല്ല ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നിരിക്കുകയാണ്. കുറേ ടൈമുണ്ട്, ഒരു 7 ടൈമുണ്ട്. ഇത് താഴെ പറയുന്ന ഏതെല്ലാം സംഖ്യകളോട് ഹരിക്കാം? 3 but not 7. 3 കൊണ്ട് ഹരിക്കാം, 7 കൊണ്ട് പറ്റത്തില്ല. 3 and 7, 3 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 but not 3, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 പറ്റത്തില്ല. neither 3 nor 7, രണ്ടും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണെന്നുള്ളത്. ആൻസർ ബി, 3 കൊണ്ട് 7 കൊണ്ട് ഭാഗിക്കാം. എന്താ കാരണം എന്നറിയാം? ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ചെയ്യുന്ന. ട്രയൽ ആൻഡ് എറർ നമുക്ക് n വാല്യൂ 1 2 3 4 കൊടുത്ത് നോക്കുക. 1 വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടും. 1 വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ 1 into 0 കൊടുക്കാൻ പറ്റില്ല. 0 കൊടുത്താൽ 0 ആകും. 1 വാല്യൂ കൊടുക്കണം. അപ്പോൾ എക്സ്പ്രഷൻ 1 into 2 into 3 into 4 into 5 into 6 into 7, ആ 3യും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 വാല്യൂ കൊടുക്കുക, n is equal to 2 കൊടുക്കുക. when n is equal to 2 we get 2 into 3 into 4 into 5 into 6 into 7 into 8. that is also divisible by 3 and 7. n വാല്യൂ 2 കൊടുക്കുക, that is also divisible by 3 and 7. അപ്പം അങ്ങനെ നമ്മൾ ഒരു ട്രയൽ നടത്തിയാൽ ഈ 3യും 7 കൊണ്ട് ആ എക്സ്പ്രഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആൻസർ തന്നിരിക്കുന്ന 3 and 7, ബി എന്നുള്ള ചോയ്സ് കറക്റ്റാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇപ്പോൾ n is equal to 2, n is equal to 3, n is equal to 2, n is equal to 3, etc. The expression is divisible by 3 and 7. Next question. The least significant bit, LSB എന്ന് പറയും. അതായത് ആദ്യത്തെ അക്കം ഒരു സംഖ്യ എഴുതുമ്പോൾ ആദ്യമൊന്നും പറയാൻ പറ്റത്തില്ല, അവസാനത്തൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇപ്പോൾ 234 4 LSB വെച്ചാൽ ഏറ്റവും സിഗ്നിഫിക്കൻസ് കുറവുള്ള ഭാഗമാണത്. LSB 234, 110 100 എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഇവിടെ ആ LSBയുടെ കാര്യം ആദ്യം പറയുന്നത്. ദ least significant bit LSB of an 8-bit binary number is 0. A binary number whose value is 8 times the previous number has A 12 bits ending with 3 zeros, bits ending with 4 zeros,
11 bits ending with 3 zeros, 12 bits ending with 4 zeros. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കും. ഒരു 8 ബിറ്റ് ബൈനറി നമ്പർ ഉണ്ട്. ബൈനറി പഠിക്കാത്തവർക്കാണെങ്കിൽ അല്പം പ്രയാസമാണ്. ബൈനറി പഠിച്ചവർക്കാണ് വളരെ ഈസിയാണ്. ബൈനറിനകത്ത് 1 0 ആണല്ലോ നമ്പേഴ്സ്. അപ്പോൾ 8 ബിറ്റുള്ള ബിറ്റിൻ്റെ ബൈനറി ഡിജിറ്റ്, ബൈനറി ഡിജിറ്റിനെ വിളിക്കുന്ന പോലെ ബിറ്റ്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. 8 ബിറ്റുള്ള ഒരു ബൈനറി നമ്പർ LSB, ആ ഒറ്റയുടെ ഭാഗത്ത് വരുന്നത്, അവസാന ഭാഗത്ത് വരുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് 0 ആണ്. മൊത്തം 8 ഉണ്ട്. അതിന് 8 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ബൈനറി സംഖ്യയിൽ എത്ര ബിറ്റ് കാണും, എത്ര അക്കങ്ങൾ കാണും, അവസാനം എത്ര സീറോസ് കാണും. അപ്പോൾ ആൻസർ ഇവിടെ ബി ആണ്. ആ ബി ആണ് ആൻസർ എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കി. ആ ബി നമ്മൾ ആൻസർ ചെക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കുക. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു 8 ബിറ്റുള്ള ഒരു എക്സാമ്പിൾ അങ്ങനെ ആലോചിച്ചാൽ മതി. കൺസിഡർ എ ബൈനറി നമ്പർ ഓഫ് 8 ഡിജിറ്റ്സ്. ഇൻ ദ മാനർ 11111110. അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ വിചാരിക്കുക. ഇപ്പോൾ ഇടയ്ക്ക് 0 വിചാരിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്ക് ഇപ്പോൾ 1010 എന്നൊക്കെ വിചാരിച്ചാൽ കുഴപ്പമില്ല. അവസാനം ഒറ്റ 0 പാടുള്ളൂ. അവസാനത്തെ 0ക്ക് മുമ്പ് ഒരു 1 വേണം. അപ്പോൾ ഇങ്ങനെ 8 ബിറ്റുള്ള സംഖ്യ അങ്ങ് വിചാരിക്കുക. ലാസ്റ്റ് ഡിജിറ്റ്, ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് ഈസ് 0. ദർ ഈസ് ഓൺലി 1 0 അറ്റ് ദ എൻഡ്. പിന്നെ ബൈനറി കൺസെപ്റ്റ് അറിയാമല്ലോ. ബൈനറി കൺസെപ്റ്റ്, ബൈനറി 2 എന്ന് പറഞ്ഞാൽ 1 0 ആണ്. വി നോ 2 is 1 0 in binary. 2 raised to 2, that is 4. It is 1 0 0. 2 raised to 3, that is 8. is equal to 1 0 0 0. ഈ ഡെസിമൽ സംഖ്യയിൽ നമ്മൾ 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 വലത്ത് ഭാഗത്ത് ഇടുന്നത്. ഇപ്പോൾ 23-നെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 230 എന്ന് എഴുതും. കാരണം ഈ 10-ലെ ഒരു 0 എടുത്ത് 23-ന്റെ വലത്ത് ഭാഗത്ത് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു 434 ആണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കാനായിട്ട് ഒരു 0 ഇടണം. അതേപോലെ റൂള് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ പറയാം. ബൈനറി മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് ഇതിപ്പോൾ 0 ഇടാം. വെൻ വി വാണ്ട് ടു മൾട്ടിപ്ലൈ എ ബൈനറി നമ്പർ ബൈ 2, വി ഹാവ് ടു പുട്ട് 1 0 ഓൺ ദ റൈറ്റ് സൈഡ്. When we want to multiply a binary number by 4, we have to put 2 zeros on the right side. When we want to multiply a binary number by 8, we have to put 3 zeros on the right side. The reason is 2 is 1 0 in binary, 2 raised to 2 is 1 0 0 in binary, 2 raised to 3 is 1 0 0 0 in binary. So in the given case, we have to multiply the 8-bit number with 8. The meaning is we have to multiply it by 1 0 0 0. That is, we have to add 3 zeros. നമുക്ക് 8 ബിറ്റുള്ള സംഖ്യ വന്നിരിക്കുന്നത്. അത് 8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 8 കൊണ്ട് ഗുണിക്കുന്നതിന് 1 0 0 0 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ 1 0 0 0 കൊണ്ട് ഗുണിക്കാൻ ആ 3 0 എടുത്ത് അതിൻ്റെ കൂടെ ഇട്ടാൽ മതി. ആ 8 ബിറ്റ് കൂടെ ഇട്ടാൽ മതി. ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ. A binary multiplication of 8 means adding 3 zeros to the given number. So answer becomes 1 1 1 1 1 1 1 0, 8 bit. Then comes the 3 zeros, 0 0 0. So the total bits 11. Total number of bits 11. And there are 4 zeros at the end. So this is an 11-bit number with 4 zeros at the end. That is the answer. മനസ്സിലാക്കണം. 8 ഇരട്ടി കാണാൻ 8 കൊണ്ട് ഗുണിക്കാൻ 2 raised to 3 കൊണ്ട് ഗുണിക്കാൻ 1 0 0 0 1 0 0 0 ഗുണിക്കണം. 3 0 ആ സംഖ്യയുടെ വലത് ഭാഗത്ത് ഇട്ടാലും മതി. You read and understand. Next question. A theorem in algebra gives. ബൈനോമിയൽ തിയറാണ്. ബൈനോമിയൽ തിയറം മറ്റൊരു രൂപത്തിൽ എഴുതിയിരിക്കുക. എ തിയറം ഇൻ അൽജിബ്ര ഗിവ്സ് 1 + the whole raised to n is a0 plus a1 plus a1x plus a2x square plus a3x cubed plus etc plus anx raised to n. ആ a0 a1 0 1 2 സഫിക്സ് ആകട്ടോ. 0 1 2 സഫിക്സ്.
ബൈനോമിയൽ തിയറി അറിയാലോ, 1 plus the whole raised to n is equal to 1 plus nx plus n into n minus 1 by 2 factorial and x square plus n into n minus 1 into n minus 2 by 2 factorial into 1 plus x the whole raised to n is equal to 1 plus nx plus n into n minus 1 by 2 factorial x square plus 1 n into n minus 1 into n minus 2 by 3 factorial x cubed plus etc. അങ്ങനെയാണ് ശരിക്കുള്ള എക്സ്പ്രഷൻ. ഇവിടെ മറ്റൊരു രീതി എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുകയാണ്. 1 plus x the whole raised to n equal a0 plus a1x. 1ഉം 0യും 2 ഒക്കെ സഫിക്സ് ആണ്. a0 plus a1x plus a2x square plus a3x cubed plus etc. plus anx raised to n. Then what is the sum of a0 plus a1 plus a2 plus a3 plus etc. plus a? അപ്പോൾ 1 plus x the whole raised to n എക്സ്പ്രഷൻ വന്നിട്ട് ആ എക്സ് ഒഴിവാക്കി കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതായത് a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര പ്ലസ് a. ഇതിൻ്റെ സമയം എത്രയാണ് ചോദ്യം. ഇവിടെ 4 ചോയ്സ്: 2 raised to n, n സ്ക്വയർ പ്ലസ് n സ്ക്വയർ പ്ലസ് n, ഇങ്ങനെ 4 n സ്ക്വയർ പ്ലസ് n, അങ്ങനെ 4 എക്സ്പ്രഷൻ ആയിരിക്കും. ഏതാ ആൻസർ? അപ്പം ഇത് പിന്നെ നമ്മൾ വലതുവശം നോക്കിക്കൊണ്ട് വിഷമിക്കണ്ട. ആ വലതുവശത്ത് x1 ഇടുമ്പോഴാണല്ലോ ആ എക്സ്പ്രഷൻ കിട്ടുക. ഇഫ് യു പുട്ട് x1 ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി തിയറം we get a0 plus a1 plus a2 plus a3 plus etc. And that one we can put on the left side. So left side becomes 1 plus 1 the whole raised to n, 2 raised to n. The answer is 2 raised to n. Answer is A. It is written here. Put x equal to 1 in the equation. 1 എന്ന് വാല്യൂ കൊടുക്കുക. We get 1 plus 1 the whole raised to n equal to a0 plus a1 plus a2 plus a3 plus etc. plus an. That is 2 raised to n is equal to a0 plus a1 plus a2 plus a3 plus etc. plus an. നിങ്ങൾ റേസ്റ്റ് വരെ നിങ്ങൾ അപ്പോസിറ്റ് കൊടുക്കണ്ട, അറിയും ആ ഗ്രേറ്റർ സൈൻ കൊടുക്കണ്ട, നിങ്ങൾ റേസ്റ്റ് വരെ എഴുതിയാൽ മതി. 2 raised to n പൊക്കെ എഴുതിയാൽ മതി. 2 raised to n is equal to a0 plus a1 plus a2 plus a3 plus etc. plus an. Next question. How many digits are there in 2 raised to 17 into 3 raised to 2 into 5 raised to 14 into 7? Raised to 2 raised to 17 മുകളിൽ എഴുതിയാൽ മതി ചെറുതാക്കി. 2 raised to 17 into 3 raised to 2 into 5 raised to 1 14 into 7. ഇതിനകത്ത് എത്ര ഡിജിറ്റ് ഉള്ളത്? 14 digits, 15 digits, 16 digits, 17 digits. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യമല്ല. കാരണം 2 raised to 17 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ശേഷം 17, 2 ഉൾപ്പെടെ 17 രണ്ടുണ്ട്. അതെല്ലാം കുടിച്ചിട്ട് സമയം എടുക്കുന്ന കാര്യമാണ്. അതുപോലെ 3 സ്ക്വയർ കുഴപ്പമില്ല, 5 raised to 14 പ്രയാസമാണ്. 7 കൊണ്ട് വേണേൽ മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ ബാക്കിയില്ല മൾട്ടിപ്ലിക്കേഷൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യാമെന്ന് അറിയാമോ? നമ്മളിതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. റീഅറേഞ്ച് എങ്ങനെ നോക്കുക? റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ നോക്കുക? 2 raised to 17 into 3 raised to 2 into 5 raised to 14 into 7 is equal to, നമുക്ക് 2 and 5 നോക്കിയേ. 2ന് 17 പവർ, 5ന് 14 പവർ. അപ്പോൾ 2ഉം 5ഉം കൂടി ഒരുമിച്ച് എഴുതാം. എന്നിട്ടൊരു 14 പവർ പുറത്ത് കൊടുക്കുക, 14 പവറായിട്ട് കൊടുക്കുക. അപ്പോൾ 5 കംപ്ലീറ്റ് ആയി. ഇനി 2ൻ്റെ ബാക്കിയുണ്ട്, അത് 2 raised to 3 ആണ് ബാക്കി വരുന്നത്. 17 minus 14 ഒരു 3 വരും, 2 raised to 3 ബാക്കി വരും. പിന്നെ ഉള്ളത് 3 raised to 2 ആണ്, 7 ആണ്. ബാക്കി മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രയാസമില്ല, കാരണം 2 into 5 is 10. 10 raised to 14 ആദ്യപടി നമുക്ക് എഴുതാം. 10 raised to 14 അതിവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഗുണിക്കാമല്ലോ. 2 raised to 3 8, 3 raised to 9 into 7. അപ്പോൾ 8 into 9 into 7 into 10 raised to 14 എന്ന് കിട്ടും. 8 into 9 into 7 is 504 into 10 raised to 14. 10 raised to 14 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 14 zeros വരണം റൈറ്റിലേക്ക്. 14 zeros 10 raised to 14 കൊണ്ട് ഗുണിക്കാനായിട്ട്
There must be 14 zeros after 504. 504 മൂന്ന് അക്കങ്ങൾ, 3 ഡിജിറ്റ്സ്, പിന്നെ 14 സീറോസ്. ടോട്ടൽ ഡിജിറ്റ്സ് 14 plus 3 equal to 17 digits. 17 is the answer. Next question. Find the value of the sum 1 plus 1 minus 2 plus 3 minus 4 plus 5 minus 6 plus 7 minus 8 plus etc. minus 20. ഇത് കൂട്ടി പറയുക. അപ്പം ഇത് കൂട്ടിയെടുക്കാവുന്നതാണ്, പക്ഷെ സമയം കൂട്ടിയെടുക്കുമ്പോൾ അതിനുള്ള എളുപ്പവഴി ഇതാണെന്നാണ് നോക്കേണ്ടത്. ചില വിചാരിക്കും കൂട്ടാന്നുള്ളത്, പക്ഷേ 1 2 കൂട്ടുകയും കുറയ്ക്കുകയും വേണമല്ലോ. കൂട്ടുകയും വേണം, കുറയ്ക്കുകയും വേണം. അങ്ങനെ കൂട്ടി വരുമ്പോൾ -20 വരെ കൂട്ടി വരുമ്പോൾ എന്താണ് ഉത്തരം? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും. അതിൻ്റെ സം ഓഫ് 1 plus 1 minus 2 plus 3 minus 4 plus 5 minus 6 plus 7 മൈനസ് ആയിരിക്കും അടുത്തത് എക്സെട്ര -20 വരെ ആഡ് ചെയ്യുക. ആൻസർ കൊടുത്തിരിക്കുന്നത് 10 -10 -11 -9 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ഉത്തരമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ക്വിക്ക് മെത്തേഡാണ് പറയുന്നത്. ആൻസർ ഇസ് ഡി. -9 ആൻസർ കേട്ടോ, -9. അതെങ്ങനെ കൂട്ടു നോക്കിക്കേ. Except the first one, group the numbers as given below. ആദ്യ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി സംഖ്യകളെല്ലാം ബ്രാക്കറ്റിലിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. അതായത് +1 -2 ബ്രാക്കറ്റിനകത്ത് 3 -4 5 -6 7 -8 അങ്ങനെ ബ്രാക്കറ്റിൽ കൂട്ടി പോകണം. അപ്പോൾ ആദ്യം 1 കഴിഞ്ഞാൽ പിന്നെ 1 മുതൽ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ 2 4 6 8 അങ്ങനെ 20 വരെ പോവുകയാണ്. 2 4 6 8 20 വരെ 10 സംഖ്യകൾ വരും ബ്രാക്കറ്റിനകത്ത്. ബ്രാക്കറ്റിനുള്ളിൽ 10 ടേംസാണ് വരുന്നത്. ആദ്യം ഒരു 1 ഉള്ളത് ഒഴിവാക്കിയാൽ 10 ബ്രാക്കറ്റ് ടേം വരും. ഓരോ ബ്രാക്കറ്റിനകത്തും -1 എന്നുള്ളത്. -1 1 -2 -1 3 -4 -1 5 -6 -1 7 -8 -1 19 -20 -1 അങ്ങനെ 10 ബ്രാക്കറ്റുകളുണ്ട്. അവയെല്ലാം കൂടി നമുക്ക് ഒരു -10 തരും. ആദ്യം ഒന്നുണ്ട്. 1 - 10 ആൻസർ ഈസ് -9. There are 10 terms in the brackets and each term will give -1. So sum is equal 1 - 10 is equal to -9. ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെ നേരിട്ട് കൂട്ടുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ ടേമുകളെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫസ്റ്റ് വൺ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ടേമും നമ്മൾ ബ്രാക്കറ്റിനകത്ത് അറേഞ്ച് ചെയ്യണം. ഓരോ ബ്രാക്കറ്റും -1 വരും. എത്ര ടേം ഉണ്ടെന്നുള്ള കൗണ്ട് ചെയ്തെടുക്കണം. അത് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ 1 നോക്കി കൗണ്ട് ചെയ്യാൻ പ്രയാസം വരും. 1 നോക്കിയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 1 3 മുതൽ 19 വരെയാണ്. അതിനേക്കാൾ എളുപ്പം 2 നോക്കിയാൽ മതി. 2 കഴിഞ്ഞാൽ പിന്നെ ഓരോ ബ്രാക്കറ്റിലെ ടേം 2 4 6 8 2 4 6 8 20. ഇപ്പോൾ 2 4 6 8 20 വരുമ്പോൾ 10 ടേംസാണ് ഉള്ളത്. 10 ടേംസ്. 10 ബ്രാക്കറ്റ് 10 ബ്രാക്കറ്റഡ് ടേംസ്. ഈച്ച് ബ്രാക്കറ്റ് ഈസ് -1. So we get -10. 1 - 10 9 -9. That is the answer. And that is all with your 4th lecture on general aptitude. Thank you very much.